രാത്രി മുഴുവൻ നീ ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. അത് പിന്നെ തലവേദനയെന്ന് പറഞ്ഞിരുന്നില്ലേ? ഞാനും രാത്രി മുഴുവൻ എൻ്റെ വീട്ടിലെ ജനാലയ്ക്കരികിലിരുന്ന് നിന്നെക്കുറിച്ച് മാത്രം ഓർത്ത് നിന്റെ ഈ വീടിനെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു വിദ്യേ. അല്ല, പനിയൊക്കെ കുറഞ്ഞോ? ഓ, എനിക്ക് പകരുന്നുള്ള പേടിയായിരുന്നോ? മരുന്ന് വാങ്ങിച്ചോണ്ട് വരട്ടെ? എനിക്കൊന്നും വേണ്ട, നിങ്ങൾ പോയിക്കോളൂ. ഇതെന്തൊരു നാണോ വിദ്യ നിനക്ക്? ഇങ്ങോട്ട് നോക്ക്, എന്നെ യൂസ് ചെയ്തോളൂ. നിങ്ങളുടെ ഭാര്യ വിളിക്കണോ? കണ്ടില്ലേ, അവളെ എന്നെ വിളിക്കുന്നു. കട്ട് ചെയ്യണോ അതോ എടുക്കണോ? ഒന്ന് പോയി എന്താ പേടിച്ചു പോയോ? നീ കൊലപാതകം എന്തിനു ചെയ്തു, എങ്ങനെ ചെയ്തു? ഇങ്ങനത്തെ വൃത്തിയുടെ ചോദ്യം ഞാൻ ചോദിക്കില്ല. എനിക്ക് വേണ്ടത് കാശ. അത് എത്രയാണ്, എവിടെ കൊണ്ടുവരണമെന്ന് പറയാം. ശ്രദ്ധിച്ചു കേൾക്ക്. നാണല്ലേ നിങ്ങക്ക്? സോറി. ഫോൺ എടുക്കാത്ത എന്താ മാഡം? ഇന്നലെ രാത്രി സാറ് ഫോൺ എന്റെ അടുത്ത് നിന്ന് മറന്നുപോയി. അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. പക്ഷെ മാഡം ഫോൺ എടുത്തില്ല. അതുകൊണ്ട് ഏൽപ്പിച്ചിട്ട് പോകാൻ വന്നതാ. സാർ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. എഴുന്നേറ്റിട്ടില്ലെന്നോ? ഞാനിത് സാറിനെ ഏൽപ്പിക്കാം, നിങ്ങൾ പോയിക്കോളൂ. എന്താ കളിക്കുവാണോ? ഫോൺ എന്തിനാ കട്ട് ചെയ്തേ? അങ്ങനെയൊന്നുമില്ല, വേറൊരു കാളെ ഇടയ്ക്ക് വെച്ച് വന്നപ്പോ ഫോൺ കട്ടായി പോയതാ. നീ ചെയ്ത കൊലപാതകത്തെ കുറിച്ച് ഞാൻ പോലീസിനോട് പറയാതിരിക്കണമെങ്കിൽ നീ എനിക്ക് 25 ലക്ഷം രൂപ തരണം. മോൾക്ക് ക്യാൻസർ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക. ഒരു 25 ലക്ഷം രൂപയുടെ അത്യാവശ്യമുണ്ട്. ഹലോ, കേൾക്കുന്നില്ലേ? പറയൂ പ്ലീസ്, കേട്ടോണ്ടിരിക്കുക. കാശ് എവിടെ കൊണ്ടുവരണമെന്ന് ഞാൻ പറയാം. ശ്രദ്ധിച്ചു കേട്ടോ. സിറ്റിക്ക് പുറത്തുള്ള അലുമിനിയം ഫാക്ടറിയില് 4ാമത്തെ ഷെഡിന്റെ അടുത്ത് വാ. ഈ കാര്യം മറ്റൊരാൾ അറിഞ്ഞാലുണ്ടല്ലോ. ഉറപ്പായിട്ട് ഇവൻ തന്നെയാ. ഇങ്ങോട്ട് നോക്ക്, ഞാനാ പോളച്ചനാ മോളെ. രാഹുൽ വീട്ടിലില്ല. അതറിഞ്ഞോണ്ടാ വന്നത്. അമ്മോ, എന്തിനാ എന്നെ തള്ളി മാറ്റിട്ട് ഇങ്ങോട്ട് വന്നത്? ഇത്രയും നേരം കോളിംഗ് ബെൽ അടിച്ചിട്ട് എന്താ ഡോറ് തുറക്കാഞ്ഞ വിദ്യേ? അതെ, നിന്റെ അലർച്ച കേട്ടപ്പോ ഓടി വന്നതാണ് ഞാൻ. നീയാണെങ്കി വീട്ടിൽ ഒറ്റയ്ക്കുവാണല്ലോ, അതുകൊണ്ടാ ഓടി വന്നത് ഞാൻ. നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാ പെണ്ണേ. സമയത്തോ കോൾ ചെയ്ത പോരായിരുന്നോ? ഗുഡ് ക്വസ്റ്റ്യൻ. ഒരു സെക്കൻഡ് സമയം തരുമോ വിദ്യ? അത് നിന്റെ കെട്ടിയോനല്ലേ? ഞാൻ ഈ കെട്ടിടത്തിന്റെ അപ്പുറത്തും, അതുകൊണ്ടാ കെട്ടിയോനെ പോലെ രക്ഷിക്കാൻ വന്നത്. പൊളച്ച, ഞാൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ട് നിലവിളിച്ചതാ. നിങ്ങൾ പോവാൻ നോക്കാം. സ്വപ്നത്തിലെ നിലവിളിച്ച പോലെ അല്ല, പേടിച്ച് നിലവിളിച്ച പോലെയാ തോന്നിയേ. വിദ്യേ, മനസ്സ് ശരിയല്ലെങ്കിലുണ്ടല്ലോ വീടൊരു മരണ വീട് പോലെ തോന്നും. എനിക്ക് ഭയങ്കര തലവേദന. നിങ്ങൾ പ്ലീസ് ഇവിടെ പോകുന്നുണ്ടോ? പ്ലീസ്. തലവേദനയോ? ബെഡ്റൂം മോളിലാണല്ലോ. ജെൻഡുബാമ തേച്ച് ഞാനൊരു മസാജ് ചെയ്യാം. തലവേദന പമ്പ കിടക്കും. ജെൻഡുബാമ എവിടെയുള്ളത്? കേൾക്കുന്നില്ലേ? പൊളച്ച, അവിടെ നിക്ക്. രാഹുൽ ഇവിടെ ഇല്ല. മര്യാദ പുറത്തു പോകാൻ നോക്കാം. ചെല്ല്. എന്തിനാ വിദ്യ ടെൻഷൻ അടിക്കുന്നേ? എനിക്കൊരു ടെൻഷനും ഇല്ല. നിങ്ങൾ ആദ്യം ഇവിടെ എഴുന്നേക്ക്. ഈച്ച വീട്ടിലുണ്ടെങ്കിൽ അത് ഇല്ലീഗൽ ആണല്ലോ. അതായത് അവിഹിതം എന്നൊക്കെ കേട്ടിട്ടില്ലേ? നിങ്ങൾ ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നേ? ഇവിടുന്ന് പോയേ. ഗുഡ് ക്വസ്റ്റ്യൻ. ഒരു നിമിഷം സമയം തരും വിദ്യ. ടിവിയിൽ നീ ന്യൂസ് കണ്ടായിരുന്നോ? 3 പേര് ചേർന്ന് മേഘന എന്നൊരു പെണ്ണിനെ മൃഗീയമായി ബലാത്സംഗം ചെയ്തു കൊന്നത്. അവര് 3 പേരും ജയിൽ ചാടി രക്ഷപ്പെട്ടത്രേ. നീയും ഒരുപാടങ്ങ് രക്ഷപ്പെടുന്നുണ്ടല്ലോ. ആ ചെകുത്താന്മാരെ ഇങ്ങോട്ടെങ്ങാനും. കൊച്ചു കള്ളി, നിന്റെ ഇഷ്ടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവന്മാർ റൗഡി ഗാങ്ങിനെ പോലെ റേപ്പിംഗ് ഗാങ് ആണത്രേ. നിന്നെ പോലെ തനിച്ചിരിക്കുന്ന പെണ്ണുങ്ങളാണ് അവന്മാരുടെ ടാർഗറ്റ്. അമ്മോ, എന്താ ശബ്ദം? അദ്ദേഹം വന്നു തോന്നുന്നു. വരൂ, നമുക്ക് പോയി നോക്കാം. വേണ്ട, ഞാൻ ഈ കബോർഡിലോടിച്ചോളാം. പേടിയാവുന്നല്ലോ.
തള്ളല്ലേ, ഞാൻ വീഴും. നീ ഒരു മനുഷ്യനാണോടാ ദുഷ്ട? ഞാനൊരു അമ്മയാവാതിരിക്കാനുള്ള അധികാരം നിനക്ക് ആരാണ് തന്നത്? നീ അത് അറിഞ്ഞല്ലേ? അമ്മയും അച്ഛനും ആരാണെന്ന് അറിയാതെ അനാഥയായിട്ടാ ഞാൻ വളർന്നത്. എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞെങ്കിലും എന്നെ അമ്മയെന്ന് വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ ഭാഗ്യമാണ് എനിക്ക് ഇല്ലാതാക്കിയത് നീ. വിദ്യ, കൂൾ. ഇപ്പൊ നീ അമ്മയാവുമ്പോ എന്താ കിട്ടുക? ഭംഗിയുള്ള വയറില് കുറച്ച് മാർക്കല്ലാതെ മൊറോവർ പളുങ്ക് ശില്പം പോലുള്ള നിന്റെ ഫിഗർ കാറ്റുപോയ ബലൂൺ പോലെയാവും. വേൾഡിലെ ബെസ്റ്റ് പെയിന്റർ വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന സൗന്ദര്യമാണ് നിന്റേത്. ഫസ്റ്റ് ടൈം ഞാൻ ഫിക്സ് ചെയ്ത എന്റെ ഫ്രെയിമിൽ ഞാൻ കണ്ട നിന്റെ ഭംഗി ലൈഫ് ലോങ് എന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. തെറ്റാണോ? ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അമ്മയാവുന്നതാ. കുട്ടികൾ എന്നുള്ളത് എന്റെ ഡ്രീം ആയിരുന്നു. നിന്നെ ഡ്രീം ഗേൾ ആക്കണമെന്ന് ഞാൻ വിചാരിക്കുമ്പോ നീ അമ്മയാവാനാണല്ലോ ആഗ്രഹിക്കുന്നത്. വട്ടാണോ നിനക്ക്? ഷട്ട് അപ്പ്. നിന്നെ പോലീസിലെ കംപ്ലൈന്റ് ചെയ്ത് കോടതി കയറ്റും ഞാൻ. ജീവിതകാലം മുഴുവൻ നിന്നെ ജയിലിൽ അടയ്ക്കും. നീ ജയിലടപ്പിക്കോ, മഹിളാ സമാജത്തെ കംപ്ലൈന്റ് ചെയ്യോ, കോർട്ടിൽ കൊണ്ടുപോ, ഡു വാട്ട് എവർ ഷിറ്റ് യു ക്യാൻ ഡു. പക്ഷെ അതിനു മുമ്പ് എനിക്ക് വേണ്ടി ഒരു ന്യൂഡ് ഫോട്ടോഷൂട്ട് എടുത്തിട്ട് പോ. How dare you bloody rascal! എന്നെ ന്യൂഡായിട്ട് പോസ് ചെയ്യാൻ പറയാൻ നീ ആരാടാ? ഞാൻ ആരാണെന്നോ? ഞാൻ നിന്റെ ഭർത്താവാണ്. ആൻഡ് യു ആർ മൈ പ്രോപ്പർട്ടി. നാണമില്ലേ നിനക്ക്? സ്വന്തം ഭാര്യയുടെ ന്യൂഡ് ഫോട്ടോ എടുക്കണം നിനക്ക്? എന്നെ കുറിച്ച് ഇത്രയും അറിഞ്ഞിട്ടും ഞാൻ അതിന് സമ്മതിക്കുന്നു കരുതിയോ? യു ഇഡിയറ്റ്! നീ ചെയ്യില്ല, എനിക്കറിയാം. I have something for you. ഈ വീഡിയോ ഞാൻ ഡെലിറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോ നീ വിശ്വസിച്ചല്ലേ? നിനക്കൊരു കാര്യം അറിയോ? നമ്മുടെ ഇന്റിമേറ്റ് വീഡിയോസിൻ്റെ അടുത്ത് ഒരുപാടുണ്ട്. ബട്ട് ഐ സ്വെയർ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അത് ഉപയോഗിക്കേണ്ടി വരുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. വാശി പിടിക്കാതെ, നാണം കെടാതെ ഫോട്ടോഷൂട്ട് ചെയ്യുക. ഐ എം ഷുവർ ദിസ് ഇസ് ഗോയിങ് ടു ബി ദ ബെസ്റ്റ് ആഡ് ഇൻ മൈ ലൈഫ്. വേണമെങ്കിൽ റെമ്യൂണറേഷൻ ആയിട്ട് ഞാൻ നിനക്ക് 10 കുട്ടികളെ വാങ്ങിച്ചു തരാം. ചിരിച്ച് കളിച്ചവർ വളർത്തിക്കൂ. ലുക്ക് വിദ്യ, നീ ആഡ് ചെയ്തെങ്കിൽ ഈ ഫോട്ടോഗ്രാഫറുടെ ബെസ്റ്റ് മോഡലാവും. അല്ലെങ്കിൽ ആ വീഡിയോ കാരണം നീ നാണം കിട്ടു പോവും. ആലോചിച്ച് നോക്ക്. അവനൊരു മനുഷ്യനാണോ? അവനെ ഞാൻ വിടില്ല. അവനെ ഞാൻ കൊല്ലാൻ പോവാണ് വിദ്യയെ. ദാസ് സർ, ആ ഉയർന്നു നിൽക്കുന്ന മനുഷ്യനല്ലേ അവൻ? എന്റെ വൈഫിന്റെ ബോയ്ഫ്രണ്ടാ. ദാസ്, അവൻ എന്നെ കൊല്ലാൻ പോവാണെന്ന്. ക്ലോസ്, പ്ലീസ് പ്ലീസ് ക്ലോസ് ദ ഡോർ. ക്ലോസ് ദ ഡോർ. നീ ഇവിടെ തന്നെ ഇരിക്കും, ഇങ്ങോട്ട് പോയല്ലേ? സർ. എന്റെ വീട്ടിൽ എന്നെ കൊല്ലാൻ വേണ്ടി എന്റെ മകൻ, ഐ മീൻ നിന്റെ ബോയ്ഫ്രണ്ട് പോലത്തെ മോനെ സെറ്റ് ചെയ്തല്ലേ? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ദാസ് സർ, ഇവൻ എന്നെ ഭ്രാന്തെന്ന് വിളിക്കുന്നു. ഞാനെന്താ ഭ്രാന്തനാണോ? ഞാൻ ഭ്രാന്തനാണോ? അല്ല സർ. ആക്ച്വലി മിസ്റ്റർ സിവിൽ ഗണേഷ്, എനിക്ക് ഭ്രാന്തുണ്ട്. എന്റെ വൈഫ് എന്ന് വെച്ചാൽ എനിക്ക് ഭ്രാന്താണ്. അങ്ങനെ ഇരിക്കുമ്പോ നീ ഞങ്ങളുടെ ഇടയിൽ വന്ന് ശല്യപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിന്നെ കൊല്ലുവാടാ. വിദ്യ, ഇവൻ എന്നെ കൊന്നു കളയുന്നു. Are you happy? ഗണേഷ്! എനിക്ക് ഭ്രാന്താണോ? എനിക്ക് ഭ്രാന്താണോ? ഗണേഷ് വേണ്ട, പ്ലീസ്. I will kill you. ഗണേഷ് പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്, പ്ലീസ്. IAS ആവണ്ട നീ. ഇവനെ കൊന്നൊരു കൊലയാളി ആവരുത്. Leave me, വിദ്യ. നിന്നെ ഇത്രയും ദ്രോഹിച്ചവനെ വെറുതെ വിടാനോ? ഇവനെ കൊന്നു കളയാണ് വേണ്ടത്. എന്നെ വിട്. ഗണേഷ് പ്ലീസ്,
ഇതെന്റെ ഫാമിലി പ്രോബ്ലമാ. ഈ ഇഷ്യൂല് നീ ഇന്റർഫെയർ ആവരുത്. അതല്ല വിദ്യ, ഹീസ് ഡേഞ്ചറസ്. ഗണേഷ് പ്ലീസ് ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. വിദ്യ ഇവർ ഗെറ്റ് ഔട്ട് ഐ സെഡ്. പ്ലീസ് വിദ്യ. പോ ഇവിടുന്ന്. ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ്.